മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി.കെ. ഷാഹുൽ ഹമീദിനെതിരെ നടപടി. ഭാരവാഹി സ്ഥാനത്ത് നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയതായി സംസ്ഥാന നേതൃത്വം അറിയിച്ചു. കൂത്തുപറമ്പ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ജയന്തി രാജിന്റെ പരാജയത്തെ തുടർന്നാണ് നടപടി. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ 1286 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥി പി.കെ. പ്രവീൺ UDF സ്ഥാനാർത്ഥി ജയന്തി രാജിനെ പരാജയപ്പെടുത്തിയത്. സംസ്ഥാനത്തെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ കൂത്തുപറമ്പിൽ നേരിയ വോട്ടിന് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ലീഗിലെ ഗ്രൂപ്പിസമാണ് പരാജയത്തിന് കാരണമെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഷാഹുൽ ഹമീദിനെതിരെ വ്യാപകമായി വിമർശനമുയരുകയും പാനൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഷാഹുൽ ഹമീദിനെ ഭാരവാഹി സ്ഥാനത്തു നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുന്ന നടപടി സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ നടപടി അംഗീകരിക്കുന്നതായും വിശദീകരണം ചോദിക്കാതെയാണ് പാർട്ടി നടപടിയെടുത്തതെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ളൊരു നടപടി ഞങ്ങളുടെ നിയോജക മണ്ഡലം ഭാരവാഹികളുടെ യോഗമോ എക്സിക്യൂട്ടീവോ ഒന്നും ചേർന്ന് ശുപാർശ ചെയ്തിട്ടില്ല. എന്നോട് അത് സംബന്ധമായ ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല. ഏതായിരുന്നാലും സംസ്ഥാന കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം എന്ന നിലയിൽ, ഒരച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ ഈ തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഒരു പാർട്ടി മെമ്പർഷിപ്പ് നിലനിൽക്കുന്നു എന്നതുകൊണ്ടും അന്വേഷണ കമ്മീഷൻ ഉണ്ടാകും എന്നതുകൊണ്ടും എൻ്റെ ഭാഗം കൃത്യമായി വിശദീകരിക്കാനുള്ള അവസരമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി ഒരുപാട് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള പാർട്ടിയാണ്. എന്നാൽ അടുത്ത കാലത്തായി പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ എൻ്റെ ഈ നടപടി കൊണ്ട് അതിന് ഫലപ്രദമായ ഒരിടപെടലുണ്ടാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് സാധ്യമാവുമെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ സന്തുഷ്ടനാണ്. പാർട്ടി നിശ്ചയിക്കുന്ന ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ഷാഹുൽ ഹമീദ് വ്യക്തമാക്കി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.